ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഈ ദളിത് സംഘടനകളുടെ ഹർത്താൽ. അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ജനങ്ങളെ വല്ലാതെ വലപ്പിച്ചിട്ടുണ്ട്. അത് വാഹനങ്ങൾ തടയുന്നു, അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നു. ഇതൊക്കെയാണ് രാവിലെ മുതൽ നടക്കുന്നത്. കൊച്ചിയിലൊരു അവസ്ഥ എന്താണ്? മായ, എറണാകുളം ജില്ലയിൽ ഈ സമരം ഇതുവരെ ഭാഗികമായിട്ടാണ് നടന്നിട്ടുള്ളത്. കൊച്ചി നഗരത്തിലൊക്കെ തന്നെ സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ ആളുകൾ വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയും കടകൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് വിവിധ കടകളൊക്കെ തന്നെ എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ഉണ്ട്, അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ പറവൂരിലാണ് എറണാകുളം ജില്ലയിൽ ചെറിയ തോതിലെങ്കിലും ഒരു പ്രശ്നമുണ്ടായത്. അവിടെ സമരാനുകൂലികൾ വാഹനങ്ങൾ, അതായത് പ്രത്യേകിച്ച് ബസ് ഒക്കെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് പോലീസും മറ്റു ഇടപെട്ട് അത് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഹർത്താലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കോട്ടയത്ത് പലയിടങ്ങളിലും ചെറിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കോട്ടയം നഗരത്തിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പാമ്പാടി തുടങ്ങിയ ഇടങ്ങളിലുമൊക്കെ തന്നെ ഈ വാഹനങ്ങൾ തടയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കോട്ടയം ഗാന്ധി സ്ക്വയറിലും ഐഡ ജംഗ്ഷനിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെടുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയി. പിന്നീട് പോലീസ് ഇടപെട്ട വാഹനങ്ങൾ വഴി തിരിച്ച് വിടുകയാണ് ചെയ്തത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പോലീസ് ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസിന്റെ മുൻകരുതലുകൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. കോട്ടയം KSRTC ബസിന്റെ ക്യാൻറ്റീനുകളും കടകളും അതുപോലെ TB റോഡിലെ റിലയൻസ് ജിയോ മാർട്ടും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള ആളുകൾ ഈ ഹർത്താലിന് അനുകൂലമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത്തരം കടകളൊക്കെ തന്നെ ഇവർ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം നഗരത്തിൽ ചുരുക്കം വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നത്. കോട്ടയത്താണ് ഈ എറണാകുളത്തെ വെച്ച് നോക്കുമ്പോൾ കോട്ടയത്ത് ഹർത്താൽ കുറെ കൂടി കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിലും കടകൾ അടപ്പിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മാളയിൽ ബസ് തടഞ്ഞിട്ടുണ്ട്. രാവിലെയാണത്. മാളയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS നേതാവിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സംഘടനാ നേതാവ് ലോചനൻ അമ്പാട്ടിനെയാണ് അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാളയിൽ ഹർത്താൽ അനുകൂലികൾ തുറന്ന് പ്രവർത്തിച്ചിരുന്ന ബാങ്ക് അടപ്പിക്കുകയും ചെയ്തു. കാത്തലിക് സിറിയൻ ബാങ്കാണ് അടപ്പിച്ചത്. ശക്തൻ സ്റ്റാൻഡിൽ സമരാനുകൂലികൾ സ്വകാര്യ ബസ്സുകൾക്ക് നോട്ടീസ് നൽകി. പോലീസ് ഇടപെട്ട് ഈ സമരാനുകൂലികളെ അനുനയിപ്പിക്കുകയും അവർ ഈ നോട്ടീസ് നൽകി പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ അതുപോലെ തന്നെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഈ ബസ് തടഞ്ഞുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കട അടപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പറവൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. അതുപോലെ തന്നെ കാലടി മേഖലകളിൽ, അങ്കമാലി കാലടി മേഖലകളിലൊക്കെ അവിടെ നോട്ടീസ് നൽകി സമരാനുകൂലികൾ അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. മായ. അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിതിൻ രാജിൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അശ്വതി.